ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. കുറേ നാളായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് എടുത്തിട്ടില്ല. എനിക്ക് വന്ന കമൻറ്റുകൾ 1 by 1 ആയിട്ട് വായിച്ചിട്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. പഴയതൊക്കെ ഒത്തിരി കമൻറ്റുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അത് എനിക്ക് പറ്റുന്ന അത്രയും തന്നെ ഞാൻ വായിച്ചിട്ട് വിടുന്നതായിരിക്കും. പാത്തോസ് പാസഞ്ചർ എന്ന് പറയുന്ന അക്കൗണ്ടിൽ വന്നേക്കും ചേച്ചി ഫേസ്ബുക്കിന് ലൈവ് ചാറ്റ് ചെയ്യാനും മെയിൽ അയക്കാനും പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിന് മോണിറ്റൈസ് ആയവർക്ക് ലൈവ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അതുപോലെ ഫേസ്ബുക്കിന് നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ലൈവ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഫേസ്ബുക്കിന് വേണമെങ്കിൽ മെയിൽ അയക്കാം. അവർ എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുമെന്നൊന്നും അറിയില്ല. ചില മെയിലുകൾക്കൊക്കെ അവർ റെസ്പോണ്ട് ചെയ്യും. സാധാരണ നമ്മൾ റിപ്പോർട്ട് പ്രോബ്ലം എന്ന് പറയുന്ന ആ പോർഷനിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് എന്താണ് ഇഷ്യൂ ഉള്ളത്. അപ്പം റിപ്പോർട്ട് പ്രോബ്ലമിൽ പോയി അതൊക്കെ ഞാൻ ഓൾറെഡി ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് പ്രോബ്ലം ചെയ്യുന്നതെന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മെയിൽ ഐ ഡീസ് ഞാൻ നിങ്ങളോട് പറയാം. അത് അവർ റെസ്പോണ്ട് ചെയ്യുമെന്ന് തന്നെ അറിയില്ല. സാധാരണ നമ്മൾ എന്ത് ഫേസ്ബുക്കിൻ്റെ ഒരു ഇഷ്യൂ വന്നാലും നമ്മൾ അയക്കേണ്ട ഒരു മെയിൽ ഐ ഡി ഉണ്ട്. മീൻസ് സപ്പോർട്ട് SUPPORT support@fb.com എന്ന് പറയുന്ന ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം കേട്ടോ വീഡിയോയിൽ. അപ്പം ഇങ്ങനൊരു അത് പിന്നെ അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ പല ഇഷ്യൂസിനുണ്ട്. ഇത് ജനറലായിട്ടുള്ള ഇഷ്യൂ വരുമ്പോൾ നമ്മൾ മെയിൽ അയക്കേണ്ട മെയിലാണ് ഇത് ഞാൻ പറയുന്നത് കേട്ടത്. അതുപോലെ നമ്മുടെ ഏതെങ്കിലും ഒരു കണ്ടന്റ് ബ്ലോക്ക് ആയി പോവോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കണ്ടന്റുകളെ ബ്ലോക്ക് ആക്കണോ, അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെയിലാണ് നമുക്ക് അയക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് അപ്പീൽ APPEALS appeals@fb.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലാണ് നിങ്ങൾ അയക്കേണ്ടത്. ഇതിനെല്ലാം റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്ക് 100% നിങ്ങൾക്ക് ഉറപ്പ് തരാനൊന്നും പറ്റത്തില്ല. പിന്നെ അടുത്തത്, പിന്നെ കണ്ടന്റ് വയലേഷനെ കുറിച്ചിട്ട് പറഞ്ഞത്, നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് വയലേഷനായി, അല്ലെങ്കിൽ നമ്മുടെ വയലേഷൻ വന്നിട്ട് നമ്മുടെ FB പേജിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ട്, മോണിറ്റൈസേഷൻ കട്ടായിപ്പോയി, അങ്ങനെയൊക്കെയുള്ള വയലേഷനാണ് കേട്ടോ. മോണിറ്റൈസേഷൻ കട്ടായിപ്പോയതിനൊന്നും ഇതിന് അയക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഇതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് abuse ABUSE@fb.com ഇങ്ങനെ ഒരു മെയിൽ ഐ ഡിയിൽ നമുക്ക് അയക്കാം. എങ്കിലും ഞാൻ മെയിനായിട്ട് പറയുന്നത് ജനറലായിട്ടുള്ള നമ്മുടെ സാധാരണക്കാരുടെ FB പേജ്, നമ്മുടെ പേജിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു, നമ്മുടെ പേ ഔട്ടിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും support@fb.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലായിരിക്കണം ഇത് അയക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത കമന്റ് പുള്ളിക്കാരിയാൻ ഇട്ടിട്ടുണ്ട്, ചേച്ചിയുടെ വീഡിയോ എല്ലാം ഉപകാരപ്രദമാണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഞാൻ ഇടുന്ന എല്ലാ വീഡിയോനും കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നു, അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചേക്കുന്നത്. കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മറ്റുള്ളവരുടെ കണ്ടന്റ് ഇടുന്നത് കൊണ്ടായിരിക്കുമല്ലോ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ കോപ്പിറൈറ്റഡ് ക്ലെയിം ഉള്ള മ്യൂസിക് ഇടുന്നത് കൊണ്ടായിരിക്കും. പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോയിൽ നമ്മൾ കോപ്പിറൈറ്റ് കണ്ടന്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു പുതിയതായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു. അതിന് ഇഷ്യൂ വന്നിട്ട് മീൻസ് എൻ്റെ ആ കണ്ടന്റിന് ഇഷ്യൂ ആണോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചതായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു കണ്ടന്റ് അന്നേരം ഞാനിരുന്ന് ഷൂട്ട് ചെയ്തിട്ട് കണ്ടന്റാണ്. പക്ഷെ അവർ പറയുന്നത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ്, ഇത്ര നാൾ മുന്നേ നിങ്ങൾ സെയിം വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. AI ആണ് ഇപ്പം എല്ലാം ചെയ്യുന്നത്. AI വന്നേക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് എപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, സെയിം ലൊക്കേഷനിലിരുന്ന് സെയിം കോസ്റ്റ്യൂം തന്നെ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ ഇട്ടാൽ പോലും ചിലപ്പോൾ AI നമ്മളെ പിടിക്കും. ഞാൻ എപ്പോഴും പറയും AI ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും FBയിൽ വീഡിയോ ഇടുമ്പോൾ സൂക്ഷിച്ച് കണ്ടൊക്കെ വിടാനേ. അപ്പം എന്തെങ്കിലും ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രോബ്ലം ഇതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ആ ഐഡിയുടെ പേര് KP കേരള പോലീസോ, അയ്യോ ദ റിയൽ ഹീറോസ് അവരുടെ ലോഗോയൊക്കെയാണോ കൊടുത്തേക്കുന്നത്. എൻ്റെ ഇത് ആരാണോ ആവോ എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു മെയിൽ ഐ ഡിയിൽ ഇതൊക്കെ വന്നേക്കുന്നത്. എന്തെങ്കിലും വയലേഷൻ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്ന കണ്ടന്റ് അതിനകത്തുള്ളത് കൊണ്ടായിരിക്കും വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഏത് കണ്ടന്റിനാണ് വന്നതെന്ന് വെച്ചാൽ അതെടുത്ത് നോക്കിയിട്ട് അത് എന്തുകൊണ്ടാണ് വരാനുള്ള റീസൺ എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം.
എനിക്കിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കണ്ടന്റ് ഏതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ, നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ. പിന്നെ എക്സിസ്റ്റിംഗ് പേഴ്സണൽ അക്കൗണ്ട് പേജ് ആക്കുമ്പോൾ സേഫ്റ്റി ഇഷ്യൂ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജ് ആണോ സേഫ്, അല്ലെ ഫേസ്ബുക്ക് നമ്മൾ അക്കൗണ്ട് പേജ് ആക്കി മാറ്റുന്ന അതാണോ സേഫിന്? രണ്ടിനും രണ്ട് രീതിയിലുള്ള പ്രയോജനങ്ങളുണ്ട്. രണ്ടിലും അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പം നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, എങ്കിലും 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എപ്പോഴും ഓൾവേസ് നമ്മൾ ഫേസ്ബുക്ക് ഫ്രണ്ട് ആക്കുന്നതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് അറിയാത്തവർ നമ്മൾ ഫേസ്ബുക്ക് ആക്കുന്നവരുണ്ടാകും. എൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. ഫേസ്ബുക്ക് അക്കൗണ്ട് എപ്പോഴും ഞാൻ പ്രൈവസി കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ അക്കൗണ്ടിൽ, ഫേസ്ബുക്ക് അക്കൗണ്ടിൽ. അതേസമയം പേജിലെന്ന് പറഞ്ഞാൽ ഓൾവേസ് നമ്മൾ ഇടുന്ന പോസ്റ്റ് പബ്ലിക് ആയിരിക്കും. അതിനകത്ത് നമുക്ക് ഒരാൾക്ക് വേണ്ടി ഹൈഡ് ചെയ്ത് വെക്കാൻ, പിന്നെ നമുക്ക് ചെയ്യാം, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കണ്ടന്റുകൾ ഇടാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. ജോയിൻ ചെയ്തേക്കുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനല്ലാതെ നമുക്ക് ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് നമുക്ക് കാണണ്ട. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പേജിൽ നിന്ന് ഒരാളെ നമുക്ക് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ അവരെ ബ്ലോക്ക് ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഫേസ്ബുക്കിൽ ഓൾവേസ് നമ്മൾ ഇടുന്ന കണ്ടന്റ് പബ്ലിക് ആയിരിക്കും. അപ്പോൾ ഫേസ്ബുക്ക് പേജും അക്കൗണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളുടെ ഫ്രണ്ട്സിന് ചിലപ്പോൾ എപ്പോഴും നമ്മൾ ഫേസ്ബുക്ക് പേജ് എന്നൊക്കെ പറയാം, നമുക്ക് എപ്പോഴും പോസ്റ്റുകൾ ഇട്ടെങ്കിൽ നമ്മൾ എപ്പോഴും ലൈവായിട്ടിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പേജ് റീച്ച് ആകത്തുള്ളൂ. നമ്മുടെ പേജ് റീച്ച് ആകാതിരുന്നാൽ നമുക്ക് വരുന്ന റവന്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഒരു ദിവസം വീഡിയോ ഇടാനായിട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പേജിൻ്റെ റീച്ച് ഡൗൺ ആവും. അപ്പം നമ്മൾ അക്കൗണ്ട് പേജ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ എപ്പോഴും അതിനകത്ത് വീഡിയോ ഇടേണ്ടി വരും, നമ്മൾ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇടേണ്ടി വരും. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിന് അത് എപ്പോഴും ഇഷ്ടമാകുമോ എന്നൊന്നും അറിയില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെയൊക്കെയുള്ള പ്രൈവസി കാര്യങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യുന്ന സാധനമാണ് ഫേസ്ബുക്ക്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഫേസ്ബുക്ക് എൻ്റെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഫോട്ടോസൊക്കെ ആകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി മാത്രം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ ഒരു പബ്ലിക് പോസ്റ്റ്, ഒരു നല്ലൊരു വീഡിയോ കണ്ടു എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിൽ ഷെയർ ചെയ്യും. അല്ലാത്ത നമ്മുടെ പേഴ്സണലി ഉള്ള ഫോട്ടോസ്, ബർത്ത്ഡേസ് അങ്ങനെയൊക്കെ നമ്മൾ ഫോട്ടോ ഇടുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മളത് പേജ് ആക്കി മാറ്റുമ്പം അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് പേജ് ആക്കി മാറ്റിയാലും അത് പ്രൈവറ്റ് ആക്കണോ പബ്ലിക് ആക്കണോ എന്നൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിന് എപ്പോഴും നമ്മുടെ ഈ ഒരു അക്കൗണ്ട് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ശല്യം എപ്പോഴും 24 മണിക്കൂർ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക, അങ്ങനെ നമ്മളെക്കുറിച്ച് പറയാനിടയാക്കരുത്. മനസ്സിലായോ? അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും തമ്മിൽ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ ഒന്ന് തപ്പിക്കണ്ടുപിടിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, പേജാണോ പ്രൊഫൈലാണോ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്തോളൂ. അടുത്ത ഞാൻ വായിക്കുകയാണേ. മാം, പേജ് ബോണസ് കിട്ടി, ക്യാഷ് കിട്ടുകയും ചെയ്തു. ബട്ട് 2 months കഴിഞ്ഞപ്പോൾ നമ്മുടെ കൺട്രിയിൽ ബോണസ് അവൈലബിൾ അല്ല എന്ന് കാണിച്ചു. മോണിറ്റൈസേഷൻ കട്ടായി. FB ടീമായി കോണ്ടാക്ട് ചെയ്താലും അവർ കറക്റ്റായിട്ട് ഒരു ആൻസർ തന്നില്ല. പേജിൽ കോപ്പിറൈറ്റ് ഒന്നും വന്നിട്ടില്ല, അത് ചെക്ക് ചെയ്തു. വേറെ എന്തായിരിക്കും എന്നൊന്ന് പറഞ്ഞു തരാമോ? ഒരുപാട് വീഡിയോസ് കണ്ടു നോക്കിയപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഏത് കൺട്രി ആണെന്നുള്ളത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിട്ടില്ല. ഏത് കൺട്രിയിൽ നിന്നാണ് ഈ മെസ്സേജ് അയക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ ഉപരി സത്യമാണ്. ഇപ്പോൾ ഇതുപോലെ പലർക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ AI ആയതുകൊണ്ട് തന്നെ പലർക്കും അവൈലബിൾ അല്ലാത്ത കൺട്രിയിലൊക്കെ പലർക്കും മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് ഇടയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത എനിക്ക് തോന്നുന്നു നമ്മുടെ സീനാസ് കിച്ചൺ എന്ന് പറയുന്ന, സീനാസ് ആർട്ട് ആൻഡ് കിച്ചൺ എന്ന് പറയുന്ന അവൾക്കാണെങ്കിൽ പല പ്രാവശ്യം മോണിറ്റൈസേഷൻ ഇനേബിൾ ആയതിനു ശേഷം മോണിറ്റൈസേഷൻ പോയിട്ടുണ്ട്. എന്താ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻഎലിജിബിൾ കൺട്രി എന്നുള്ളതാണ് റീസൺ കാണിക്കുന്നത്. പക്ഷേ അവള് പിന്നെ അവളുടെ സിസ്റ്ററിനെ കൊണ്ട് അല്ല, ഇവിടുന്ന് പുള്ളിക്കാരി കുവൈറ്റിലോ സംതിങ് ഏതോ ഒരു കൺട്രിയിൽ അവിടെ മോണിറ്റൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇതെല്ലാം ലോഗ് ഔട്ട് ചെയ്തിട്ട് സിസ്റ്ററിനെ കൊണ്ട്, ഇപ്പോൾ UK ഇരിക്കുന്ന സിസ്റ്ററിനെ കൊണ്ട് ഇത് ലോഗിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് കൺട്രിയിലാണോ ചിലപ്പോൾ അവർ ബൈ മിസ്റ്റേക്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ആക്കി തരും. ഇപ്പോൾ ബോണസ് ആണെങ്കിലും ഇൻവിറ്റേഷൻ തരും, നമ്മൾ അതിലെല്ലാം അക്സെപ്റ്റ് ചെയ്യും, നമുക്ക് പൈസയൊക്കെ കിട്ടും. ചിലപ്പോൾ 2 മാസം കഴിയുമ്പോഴായിരിക്കും അവർ ഈ പറയുന്ന പോലെ ഡിറ്റക്ട് ചെയ്യുന്നത് ഇൻഎലിജിബിൾ കൺട്രിക്കാർക്കാണല്ലോ കൊടുത്ത് അവർ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കൺട്രി ആണെന്നുള്ളത് എന്നും എന്നോട് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് എങ്ങനെ ഇതിന് റിപ്ലൈ പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിയൽ ആയിരിക്കും, ബൈ മിസ്റ്റേക്കിൽ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ളതായിരിക്കും കേട്ടോ. അടുത്തായിട്ട്, നമ്മൾ നല്ലൊരു വീഡിയോ കണ്ടാൽ നമ്മുടെ പേജിൽ ഷെയർ ചെയ്താൽ മോണിറ്റൈസേഷൻ കട്ടാകുമോ? ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാലോ വീഡിയോ, അങ്ങനെ ഷെയർ ചെയ്താൽ
നല്ലൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പക്ഷേ ഷെയർ ഓപ്ഷനിലും പ്രോബ്ലം ഉണ്ട് കേട്ടോ. വയലേഷനോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ പേജിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പ്രോബ്ലം വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പ്രോബ്ലം വന്നിട്ടുണ്ട്. എൻ്റെ വേറൊരു പേജിൽ നിന്നെടുത്ത് ഞാൻ എൻ്റെ സെക്കൻഡ് പേജിലേക്ക് അടുത്ത പേജിലേക്ക് ഇട്ടപ്പോൾ എൻ്റെ ആ പേജിനും പ്രോബ്ലം വന്നു, ഈ പേജിനും പ്രോബ്ലം വന്നു. രണ്ടിലും എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾ ഇല്ലീഗലായിട്ടുള്ള വീഡിയോ ആണ്. ഇത് കാരണം എന്നാന്ന് വെച്ചാൽ അതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു ഞാൻ ഷെയർ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിട്ട് പോലും അതിന് പ്രോബ്ലം വന്നു. അത് നമ്മൾ ഷെയർ ചെയ്യുന്ന കണ്ടന്റിനനുസരിച്ചിരിക്കും. കണ്ടന്റ് നല്ല കണ്ടന്റ് ആണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജിൽ ഒരു പ്രോബ്ലം വരില്ല. അതേസമയം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന പോലെയല്ല, ഫേസ്ബുക്ക് പേജിൽ നമ്മൾ എന്ത് ഷെയർ ചെയ്താൽ പോലും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. അടുത്തായിട്ട് ചേച്ചി, റീപ്ലേസ് ഓപ്ഷൻ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കാണിക്കുന്നില്ല. റീപ്ലേസ് ഓപ്ഷൻ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കാണിക്കുന്നില്ല, അതെന്തുകൊണ്ടാണ് കാണിക്കാത്തത് റീപ്ലേസ് ഓപ്ഷൻ? മ്യൂസിക് റീപ്ലേസിൻ്റെ കാര്യമായിരിക്കും ചോദിക്കുന്നത്. ഞാൻ ഇന്നാളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മ്യൂസിക് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെന്താ പ്രൊഫൈലിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ പ്രൊഫൈല് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കിയതാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കും കാണിക്കാത്ത കേട്ടോ. അടുത്തത് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത FB അക്കൗണ്ട്, FB പേജ് സ്റ്റാർ എനേബിൾ ആണ്, ബട്ട് എത്ര ട്രൈ ചെയ്താലും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? അതെന്തുകൊണ്ടാണ് അത്? പക്ഷെ ഇപ്പോൾ 13 ഡേയ്സ് മുന്നേ ഇട്ടേക്കുന്ന ഒരു കമൻ്റ് ആണ് കേട്ടോ. അത് എന്തുകൊണ്ടാണ് ഇടാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അതെന്താ ഒരു റീസൺ കാണിക്കുന്നതെന്ന് പറയണ്ടേ. ബാങ്ക് ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല എന്ന് പറയുമ്പം അവരെന്തുവാ കാണിക്കുന്നത്? അല്ലെ ബാങ്ക് ഡീറ്റെയിൽസിനുള്ള ഓപ്ഷൻ അതിനകത്ത് വരുന്നില്ലേ? അതൊന്നും എന്താ അതിൻ്റെ റീസൺ എന്നുള്ളത് നിങ്ങൾ പറയുന്നില്ലല്ലോ. പിന്നെ വേറൊരാൾ ചോദിക്കുന്നത് നിങ്ങളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാമെന്ന് ചോദിക്കുന്നത്. കോണ്ടാക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. ആകെ നമുക്കുള്ള കോണ്ടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. ഇൻസ്റ്റഗ്രാമിലും ഭയങ്കര ബിരുദന്മാരാണ് കേട്ടോ. എന്നോട് എന്തെങ്കിലും ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുള്ളത് എന്നെ ഫോളോ ചെയ്യാതെ എന്നേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റരുത്. കോണ്ടാക്ട് ചെയ്തിട്ട് അവർ അൺഫോളോ ചെയ്യുക, എന്നിട്ട് വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഉള്ളപ്പം വീണ്ടും വരിക, എന്നെ ഫോളോ ചെയ്യുക, എന്നിട്ട് ചോദ്യം ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേര് അങ്ങനെ എനിക്ക് കുറേ ഫോളോവേഴ്സ് വന്നു. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പം നേരത്തെ ഞാൻ ചാറ്റ് ചെയ്ത് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് വീണ്ടും ഫോളോ ചെയ്തേക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് വേറൊരു ചോദ്യം ചോദിക്കണം, അതുകൊണ്ട് വീണ്ടും ഫോളോ ചെയ്തിട്ട് വന്ന് ചോദിച്ചേക്കാണ് കേട്ടോ. അങ്ങനെയുള്ള വിരുദ്ധന്മാർക്കൊന്നും ഞാൻ റിപ്ലൈയും കൊടുക്കാനും പോകാറില്ല. സാധാരണ ഞാൻ ഇതിനകത്താണ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. അപ്പം ഇൻസ്റ്റയിൽ വരണമെന്നില്ല, ഇവിടെ തന്നെ ചോദിച്ചാൽ മതി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ പുതിയ ഫേസ്ബുക്ക് ഓൾ അറൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു പേജിലാണ് ചോദിക്കുന്നത്. പുതിയ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി അപ്പോൾ തന്നെ അതിൽ പേജിൽ ഉണ്ടാക്കാമോ? ചിലർ പറഞ്ഞു പ്രൊഫൈൽ 2 കൊല്ലം പഴക്കം വേണമെന്ന്. ഒരു പ്രോബ്ലം ഇല്ല. ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ പേജ് ഉണ്ടാക്കാം. പേജ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആക്കണമെങ്കിൽ 1 മാസത്തെ കാലാവധി അതിൽ വേണം, 2 വർഷം ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇന്ന് ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു അപ്രൂവൽ ടൈമൊക്കെ അവരുണ്ടല്ലോ, ഇവർ ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ട് ആണോ ജെന്യുവൻ ആയിട്ടുള്ളതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് നമ്മളെ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഫേസ്ബുക്ക് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ സെക്കൻഡ് ഡേയിലിട്ട വീഡിയോ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേയിലിട്ട വീഡിയോ തന്നെ നമ്മൾ വൈറലായി, നമുക്ക് അവേഴ്സ് എല്ലാം കിട്ടി, നമുക്ക് ഫോളോവേഴ്സ് എല്ലാം കിട്ടി എന്ന് വിചാരിക്കട്ടെ. എങ്കിൽ പോലും നമുക്കത് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ 30 ഡേയ്സ് കാലാവധി നമ്മുടെ പേജിന് ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അടുത്ത ചേച്ചി, എൻ്റെ കുറച്ച് ഏണിങ്സ് പെയ്ഡ് ആയിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞ മാസത്തെ ഹോൾഡ് തന്നെയാണുള്ളത്. എന്താണ് അതൊന്ന് പെയ്ഡ് ആക്കട്ടെ? നിങ്ങളൊരു കാര്യം ചെയ്യണം. നമ്മൾ ഫേസ്ബുക്കിൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ആ പോർഷനിൽ നമ്മൾ നോക്കുമ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റീൽസിൻ്റെയും കൂടെ ചിലപ്പോൾ നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളെ അഡ്വൈസ് ചെയ്യുക എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് വീണ്ടും കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഹോൾഡായിട്ട് കിടക്കുന്നത് കേട്ടോ. അടുത്തത് പ്ലേ സ്റ്റേഷൻ ബോയ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ചോദിക്കുന്നത്, ഞാൻ ഫേസ്ബുക്കിൽ ഇൻസ്ട്രീം ആഡ്സ് അപ്ലൈ ചെയ്തിട്ട് 13 ഡേയ്സ് ആയി, ഇപ്പോഴും റിവ്യൂ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജിൽ എന്തോ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് തന്നെ. അല്ലെങ്കിൽ വിതിൻ സെക്കൻഡിൽ തന്നെ അത് നമുക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ആയി കിട്ടേണ്ടതാണ് കേട്ടോ. റിവ്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേജിന് എന്തോ പ്രോബ്ലം ഉണ്ട്. നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ എന്ത് അക്കൗണ്ട് ആണെന്നൊന്നും ഞാൻ നോക്കില്ല, ജസ്റ്റ് കമൻറ്റ് നോക്കുന്നേ ഉള്ളൂ. എന്തോ ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ മനസ്സിലാക്കാൻ ഒന്നിയിൽ അബ്യൂസിങ് വേർഡ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള മോശമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോ കാണും.
അല്ലെങ്കിൽ വയലേഷൻ സംബന്ധമായ എന്തെങ്കിലും കാണണം. എന്തെങ്കിലും റീസൺ ഇല്ലാതെ അവരൊരിക്കലും റിവ്യൂവിന് ഇടത്തില്ല. അത് 100% ഉറപ്പാണ്. അത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഫ്ലാഗ്ഡ് കണ്ടന്റ് കാണിച്ച വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് റീച്ച് ഡൗൺ ആണ്. ഇനി എന്താണ് ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. കണ്ടിന്യൂസ് വീഡിയോ മാത്രം, നല്ല വീഡിയോസ്, ഒറിജിനൽ വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ പേജ് പിക്കപ്പ് ആയിക്കോളും കേട്ടോ. ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പേജ് പെട്ടെന്ന് ഡൗൺ ആവും. പക്ഷെ അതിങ്ങനെ കയറി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നോളൂ. അടുത്തത് കളർഫുൾ വേർഡ്. അവർക്കൊക്കെ ഞാൻ ഒത്തിരി റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പേജ് നോട്ട് എലിജിബിൾ, അൺഒറിജിനൽ കണ്ടന്റ് എന്നാണ് വരുന്നത്. ഇത് ഫ്ലാഗ്ഡ് പേജിൽ പെടുമോ? ഫ്ലാഗ്ഡ് പേജ് വന്നാൽ എങ്ങനെ അറിയും? ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കാമായിരുന്നു. ഫ്ലാഗ്ഡ് കണ്ടന്റിന്റെ സ്ക്രീൻഷോട്ടും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ, എങ്ങനെയാണ് ഫ്ലാഗ്ഡ് കണ്ടന്റ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്, നിങ്ങളുടെ ഫ്ലാഗ്ഡ് പേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഫേസ്ബുക്ക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കും കാണാത്ത കേട്ടോ. അപ്പോൾ ഇനി കുറേ കമൻറ്റുകൾ എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എനിക്ക് നോക്കാനുള്ള സമയമില്ല. വീഡിയോ ലെങ്തും കൂടി പോയിട്ടുണ്ട്. അപ്പം ഇനിയും വേറൊരു വീഡിയോയിൽ ബാക്കി കമൻസിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം വീണ്ടും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഇതുപോലെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വന്ന് നിങ്ങളുടെ കമൻസിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനീസ് സൈനിങ് ഓഫ്. ബൈ.